നമ്മൾ ഈ യുവജന ദിനത്തിൽ നമ്മളുടെ ആ യൂത്ത് ആയിട്ടുള്ള ഗസ്റ്റിലേക്ക് കടക്കുകയാണ്. ഒരു ഗംഭീര കക്ഷിയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇനി എത്താൻ പോകുന്നത്. വെങ്കി, ആരാണത്? റോഷ്നി, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹത്തെ യൂട്യൂബിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഫുൾ ട്രെൻഡിങ് ആയ ഒരു കക്ഷിയാണ്. അപ്പോ യൂത്തൻ തന്നെ, യൂത്തനാണ്, യൂത്തനാണ്, പാട്ടുകൊണ്ടും എല്ലാം കൊണ്ടും. അപ്പോ നമുക്ക് ആളെ വിളിച്ചാലോ? നമുക്ക് പാട്ട് പാടിയിട്ട് വരാൻ പറഞ്ഞാലോ ആളോട്? യെസ്. ആളുടെ പേര് നമുക്ക് പറയണോ അല്ലേ? ശ്രീരാഗ് ഭരതനാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ശ്രീരാഗ്, വരൂ ഒരു പാട്ട് പാടിയിട്ട് വരുമോ? പാടിക്കോളൂ. ഏത് പാട്ട്? വരൂ വന്ന് വെക്കും. പാട്ടും തന്നെ തുടങ്ങാം അല്ലേ? അതല്ലേ രസം. അപ്പൊ ഒരു പാട്ടായിക്കോട്ടെ. ഒരു ദൈവം തന്ന പൂവേ, കണ്ണിൽ തേടൽ എന്ന തായേ, ഒരു ദൈവം തന്ന പൂവേ, കണ്ണിൽ തേടൽ എന്ന തായേ, வாழ்வு தொடங்குமிடம் நீதானே, வாழ்வு தொடங்குமிடம் நீதானே, வானம் முடியுமிடம் நீதானே, காற்றைப் போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பிலூரும் உயிரே, ஒரு தெய்வம் തന്ത പൂവേ, കണ്ണിൽ തേടൽ എന്ന തായേ. എല്ലാരും ചിലപ്പോ ഒന്നും ഇങ്ങനെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതെ, പാട്ടിന് രണ്ട് കഴിവുകളുണ്ട്. ഒന്ന്, ആളുകളെ ഉണർത്താനും കഴിയും, ഉറക്കാനും കഴിയും. ഇത് കേട്ട് ചിലപ്പോൾ ആളുകൾ ഉറങ്ങിക്കിടക്കുന്നവർ, ഞായറാഴ്ചയാണല്ലോ, എല്ലാരും ചിലപ്പോ ഒരു ആലസ്യത്തിലായിരിക്കും. എല്ലാരും ഒന്ന് ഉണർത്തി തുടങ്ങാല്ലേ. അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിക്കട്ടെ, വെൽക്കം. ഈ ഞായറാഴ്ച ഈ സമയത്തൊക്കെ എണീക്കാറുണ്ടോ? എനിക്കങ്ങനെ ഞായർ തിങ്കളൊന്നുമില്ല, എല്ലാ ദിവസവും ഈ സാധകമൊക്കെ ചെയ്യാ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? രാവിലെ രാവിലത്തെ ഒരു റുട്ടീൻ എന്താ ശരിക്കും ശ്രീരാഗിന്? രാവിലെ എണീക്കും, വെള്ളം കുടിക്കും, പിന്നെ പാട്ട്. ഗായകനായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ രാവിലെ എണീറ്റാൽ? വെങ്കി, ഉണ്ടോ ശ്രീരാഗ്? ഞാൻ അത്ര ഗായകനല്ല. ഓരോരുത്തരെ പോലെ ഇരിക്കും, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. തണുപ്പുള്ള ഭക്ഷണം കഴിക്കാതെ, പുളിയൊന്നുമില്ല അല്ലേ? അപ്പോ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കളറായിട്ടുള്ള ആണോ ഇപ്പോ? അതായത് ഇപ്പൊ ഈ ഗായകനായി ആളുകൾ അറിയപ്പെടാൻ തുടങ്ങി, ഒരുപാട് പാട്ടുകൾ വൈറലാവുന്നു, റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊടുത്താണ് പ്രേക്ഷകരിലേക്ക് കൂടുതൽ ശ്രീരാഗ് എത്തുന്നത് അല്ലേ? അപ്പൊ അതിനുശേഷമുള്ള ശ്രീരാഗിന്റെ ഒരു ജീവിതം എങ്ങനെയാ? അതിനുശേഷമുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടാതിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? അല്ല, ഞാൻ പൊതുവെ എനിക്ക് എൻ്റെ ഒറ്റയ്ക്കുള്ള സമയം ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നുള്ള ആളാണ്. അല്ലെ, പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അത് ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പേരെ സ്നേഹം കിട്ടുന്നു, തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്നത് എന്തായാലും തോന്നുന്നുണ്ടോ? ഇപ്പോ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, അതാണ് പരിപാടി. ഓക്കെ, ഇപ്പൊ എന്നേ യുവജന ദിനമാണ്. അപ്പൊ നമ്മള് യുവജന ദിനത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ യങ് ആയിട്ടുള്ള ആളുകളൊക്കെ കേൾക്കുന്ന പാട്ടുകള്, അവരുടെ അഭിരുചികള്, ഇതൊക്കെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഈ റാപ്പ് സോങ്ങുകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇന്നത്തെ യുവാക്കള്. BV സോങ്, ഇല്ലുമിനാറ്റി അല്ലെ, ഇതൊക്കെ കേൾക്കാറുണ്ടോ? ഇങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ടോ ശ്രീരാഗ്? ഞാൻ പാടാറില്ല. ഇല്ല. ശ്രീരാഗിന്റെ റോണർ എങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ പാടുന്നത്? ഞാൻ കൂടുതൽ മെലഡിയാണ്. അതെ, മെലഡിയാണ് ഞാൻ പൊതുവെ പാടാറ്, കേൾക്കാനും ചൂസ് ചെയ്യാറ്. വെങ്കി, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ യുവാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോഴും ചില ആളുകൾ അതിൽ ഈ 90s സോങ്സ് ഒക്കെ ഇട്ടിട്ട് കേൾക്കുന്ന ആളുകൾ, നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, 90കളിലെ മെലഡി പാട്ടുകളിൽ ഇങ്ങനെ അഭിരമിച്ച് നടക്കുന്ന യുവാക്കളും ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരാണ്. അപ്പൊ ഒരു മെലഡി നമുക്ക് കേൾക്കാം അല്ലേ? ശ്രീരാഗിന് മെലഡി പാടുന്നതാണല്ലോ കൂടുതൽ സന്തോഷം. അപ്പൊ ഒരു മെലഡി ആവാം. സുറുമയെഴുതിയ മിഴികളെ, പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ,
ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെരിയുവതെന്തിനോ, സുറുമയെഴുതിയ മിഴികളെ. അടിപൊളി.